അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് UDF സർക്കാർ തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ക്യാപ്റ്റനായി വരുന്നത് ശശി തരൂരാണ്. ബാക്കിയുള്ളവരൊക്കെ പോയോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോനെ? അല്ല, ശശി തരൂർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് ഇട്ടേക്കുവാണ്. ബാക്കിയുള്ളവർ പോയെന്ന് പറയാൻ ആകാശത്തേക്ക് വെടിവെച്ച് അവരെ വിരട്ടി ഓടിച്ചു. അവരൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചിലർക്കൊക്കെ ഇനി ഈ ഒരു അവസരം കൂടിയേ ഉള്ളൂ 2026. ഉദാഹരണത്തിന് രമേശ് ചെന്നിത്തലയുടെ കാര്യം നോക്ക്. ചെന്നിത്തല ഇല്ലെങ്കിൽ എന്തേലും കടുങ്കൈ ചെയ്യും. അത് പിന്നെ പാർട്ടിക്ക് താങ്ങാൻ കഴിയുമോ? അങ്ങനെയല്ല, നമുക്ക് ഇപ്പൊ പ്രേക്ഷകർക്ക് ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം. പറയാനുള്ള കാരണം ഇതാണ്. സാറും കണ്ടു കാണുമല്ലോ, ശശി തരൂർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത്തരത്തില് സർവേ ഫലമായിരുന്നു. സർവേ കേരള വോട്ട് വൈബിൽ നിന്ന് കിട്ടിയ സർവേ ഫലം. ആ സർവേ ഫലം അനുസരിച്ച് ശശി തരൂരിനെയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അതെ, ഒരു സർവേ ഫലമാണ്. അപ്പൊ ആ സർവേ ഫലവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടത്. പിണറായി വിജയന്റെയൊക്കെ സ്ഥാനം ഏറ്റവും താഴെയാണ്. ശൈലജ ടീച്ചറിനെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇത്തരത്തില് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. അപ്പൊ ശശി തരൂരിനാണ് പ്രധാനമായിട്ടും ഒരു മുൻഗണന. അപ്പൊ ഇത് ഹൈക്കമാൻഡ് പറഞ്ഞു ഇവിടെ ആരും ക്യാപ്റ്റനും മേജറും ഒന്നും അല്ല എന്നുള്ള ഒരിക്കൽ വാൺ ചെയ്തു. പക്ഷെ അവർക്ക് ഇട്ടുള്ളൊരു കൊട്ടല്ലേ. അല്ല, എനിക്ക് തോന്നുന്നു ഈ ശശി തരൂരും ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ? അതെ, ശശി തരൂരിന്റെ പോസ്റ്റ് ആണിത്. ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു മറ്റാരോ തന്നിട്ട് അത് തരൂർ എടുത്ത് ഷെയർ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ കേരള വോട്ട് വൈബ് എന്ന് പറയുന്ന അവരുടെ അവര് നടത്തിയ ഒരു സർവേ ആണ്. ആ സർവേയുടെ ലിസ്റ്റ് ശശി തരൂർ എക്സിലൂടെ പങ്കിട്ടു എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു തരൂർ വരണം എന്ന്, അല്ലേ? അതെ. ഇപ്പം അതുപോലെ പിന്നെ ഇനിയിപ്പോ ഈ ഇത്ര ശതമാനം പേരായിരിക്കും, ബാക്കിയുള്ള കുറച്ച് ആൾക്കാർക്ക് വേറെയും അവകാശപ്പെടാമല്ലോ. ഇത് തരൂർ എന്തിനു വേണ്ടി ചെയ്തതെന്നറിയാം? തരൂർ ഇത് കോൺഗ്രസിനെ ഒന്ന് ഇളക്കാൻ വേണ്ടി ചെയ്തതാണ്. അല്ലാതെ തരൂരിന് എന്തായാലും ഇവിടെ വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാനൊന്നും ആഗ്രഹമില്ല. തരൂർ വേറെ സ്ഥാനങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലാൻഡ് ചെയ്തിട്ടില്ല. ഉടനെ ചെയ്യുവത്. അങ്ങനെയുള്ള ആൾ ഇവിടെ കേരള മുഖ്യമന്ത്രി. തരൂരിന് സ്ഥാനമോഹം ഉണ്ട്. തരൂരിന്റെ ഫീൽഡില്. പക്ഷേ ഇടയ്ക്കൊരു 10-20 വർഷം തൻ്റേതല്ലാത്ത ഫീൽഡിലേക്കാണ് വന്ന് കറങ്ങിയത്. അത് പക്ഷേ വന്ന് കറങ്ങിയത് കൊണ്ടുള്ള നേട്ടമായിരിക്കാം ഇപ്പോൾ BJPയോടെ കൂടുതൽ അടുക്കുകയും നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽ വരികയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ തരൂര് വേറൊരു തരത്തിലേക്ക് മാറുകയാണ്. ഒന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, UDF നൽകിയത് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് കൊടുത്ത ഒരു സ്ഥാനവും മറ്റൊരു പാർട്ടിയും കൊടുക്കാൻ പോകുന്നില്ല. ഈ പണ്ടൊരു ഇത് പറയുമല്ലോ സാർ, വലിഞ്ഞു കയറി ചെല്ലുന്നിടത്തുള്ള അതിഥി എന്ന് പറയുന്നത്, അവർ കൊടുക്കുന്ന പരിഗണന എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. അപ്പൊ എന്ത് തന്നെയാലും കോൺഗ്രസ് പാർട്ടി വിട്ട് അദ്ദേഹം എവിടെ പോയാലും ചില സ്ഥാനങ്ങളൊക്കെ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് പാർട്ടി നൽകിയിട്ടുള്ള ഫ്രീഡം ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ അദ്ദേഹത്തിനെ വെച്ച് പൊറപ്പിക്കും. അദ്ദേഹം ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും കാര്യങ്ങളും വിവാദങ്ങളും ഒക്കെ വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ ഇത് അദ്ദേഹത്തിന് നിൽക്കും. അദ്ദേഹത്തിന്റെ എത്ര എഡ്യൂക്കേഷൻ ലെവൽ നോക്കിയാലും, അദ്ദേഹത്തിന്റെ എത്ര ഹൈ പ്രൊഫൈൽ നോക്കിയാലും ആ ഒരു പാർട്ടി ഇത് സഹിച്ച് നിൽക്കില്ല, അവർ പുറത്താക്കുക തന്നെ. പക്ഷെ കോൺഗ്രസിൽ മാത്രമേ ഇത് നടക്കൂ. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് കൊടുക്കാവുന്നതിന്റെ എക്സ്ട്രീം സ്ഥാനമാനങ്ങൾ കൊടുത്തു. ഇനി ഒരു പക്ഷേ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് വരുവാണെങ്കിൽ, ഈവൻ ഇനി കേരളത്തിലാണെങ്കിൽ കൂടി ഒരു പക്ഷേ നല്ലൊരു സ്ഥാനം കൊടുത്തേനെ. പക്ഷെ ഇനിയിപ്പോൾ കൊടുക്കുമെന്നുള്ള അറിയില്ല. എന്നിട്ട് തരൂർ പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു സർവേക്കകത്ത് 28.3% പേരുടെ വോട്ടാണ് തരൂരിന് പിന്തുണ വന്നിരിക്കുന്നത്. 27% പേർ UDFൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വമുണ്ടെന്നാണ് പറയുന്നത്. 24% പേർ LDFന്റെ മുഖ്യമന്ത്രിയായ KK ശൈലജ വരണമെന്നാണ് താല്പര്യപ്പെടുന്നത്. 17.5 പേരുടെ പിന്തുണ മാത്രമാണ് പിണറായിക്കുള്ളത്. സ്വാഭാവികം. 41.5% പേർ LDFലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാണിക്കുന്നു. ഈ സർവേയുടെ ആണ് ഇപ്പോൾ തരൂർ പങ്കുവച്ചിരിക്കുന്നത്. LDFന് വലിയൊരു വിരോധമുണ്ട്. ഇതിപ്പോൾ സർവേ കണക്ക് ശരിയാണോ എന്തോ എന്നുള്ളതല്ല നമ്മുടെ സബ്ജക്റ്റ് എങ്കിലും, പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് പ്രകാരം അതുകൊണ്ട് എടുത്ത് പറയേണ്ട കാര്യമായിട്ടുള്ള ഒന്നാണ്. കാരണം പിണറായിക്ക് ശതമാനം ഒന്ന് നോക്കുക, ആ ഒരു സർവേ അനുസരിച്ച് വളരെ ലോയാണ്. മാത്രമല്ല 41.5% പേർ LDFന്റെ അനിശ്ചിതത്വമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ചിലർക്കൊന്നും UDFൽ ആരാ വരുന്നതെന്നും അറിയില്ല. പക്ഷേ ഒരു മൊത്തത്തിലുള്ള ഒരു കണക്കനുസരിച്ച് കൂടുതൽ പേരും ശശി തരൂരിനെയാണ് പിന്തുണയ്ക്കുന്നത്. അല്ല, ഈ കോൺഗ്രസിൽ തരൂരിന് എന്തോ കൊടുത്തെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് 4 തവണ MP ആക്കി. തരൂരിൻ്റെ ബയോഡേറ്റയിൽ അത് വളരെ താഴെയാണ്.
തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ഇടയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ചെന്നിത്തല അല്ല പിന്നെ നമ്മുടെ പെരുന്നയിലെ പോപ്പ് പിന്നെ അങ്ങോട്ട് യു ഡി എഫ് അംഗീകരിക്കുകയും കയറിയില്ലല്ലോ. യു ഡി എഫ് കയറിയാലല്ലേ എന്തെങ്കിലും നടത്താൻ പറ്റും. പിന്നെ കേന്ദ്രത്തിലോട്ട് ഈ പറഞ്ഞ കോൺഗ്രസ് കയറിയിട്ടില്ലല്ലോ. കയറാതെ അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് പ്രതിപക്ഷത്ത് ഇരിക്കുന്നവർക്ക് നല്ലൊരു സ്ഥാനമുണ്ടല്ലോ, അത് പോരെ. അല്ല, ഇദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്ന് വിചാരിച്ചാലും ജനങ്ങൾ തീർച്ചപ്പെടുത്തണ്ടേ? സർവേ ആണിത്. ഇവിടെ വന്ന് നിന്ന് ജയിക്കണ്ടേ? ഒരു മണ്ഡലത്തിൽ വന്ന് നിന്ന് അത് നിൽക്കാം. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തെ ജയിപ്പിക്കുമോ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ജയിപ്പിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുക്കുമോ? ഇനി കൊടുക്കില്ല. ആ, അത് അദ്ദേഹത്തിന് ഈ മോഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ കണ്ടു നിന്നൂടായിരുന്നു. അദ്ദേഹത്തിനറിയാം, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെന്ന് മോഹിച്ചാലും ഇവിടുത്തെ ഈ സ്ഥാനമോഹികൾ ഭ്രാന്തന്മാരുടെ ഇടയിൽ ഇത് നടക്കില്ല എന്ന് അദ്ദേഹത്തിനറിയാം. അതുകൊണ്ട് കോൺഗ്രസിന് ഒന്നുകൂടി ഇളക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇപ്പം രമേശ് ചെന്നിത്തല നമ്മൾ പറഞ്ഞു അത്തരത്തിൽ ആഗ്രഹിച്ച് നിൽക്കുന്നു. വി ഡി സതീശൻ, ഇത്തരമുള്ള പല ആൾക്കാരും മുഖ്യമന്ത്രി സ്ഥാനം ഇങ്ങനെ മോഹിച്ച് നിൽക്കുക. ഇത് തന്നെയാണ് ഇവരുടെ ഒരു വല്ലാത്ത ശാപവും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രക്ഷപ്പെടാത്തത്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവരൊന്നും ഈ പറഞ്ഞോണം തള്ളി പറയുന്നില്ലല്ലോ. അവരൊന്നും ഈ പറഞ്ഞോണം അതിനകത്തുള്ള ചില കലഹങ്ങളൊക്കെ പുറത്തു വരുന്നു എന്നല്ലാതെ പാർട്ടിക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് തെറ്റായി ധരിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലൊന്നും പരാമർശങ്ങളൊന്നും അവർ നടത്തുന്നില്ല. അവർ പാർട്ടി എന്താണോ പറയുന്ന ആ രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ തരൂർ അങ്ങനെയല്ല. തരൂർ ഒരുപക്ഷെ കേന്ദ്രത്തിനെ തന്നെ കോൺഗ്രസിൻ ഹൈക്കമാൻഡിനെ തന്നെ ചൊടിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പലതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പം അങ്ങനെയുള്ള തരൂരിന് ഇനി കോൺഗ്രസ് നല്ല സ്ഥാനം കൊടുക്കുമല്ലോ? കൊടുക്കില്ല. അപ്പം അത്തരത്തിൽ മോഹങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ആ രീതിയിൽ നിൽക്കണമായിരുന്നു. ആ രീതിയിൽ നിൽക്കാതെ അയ്യോ അമ്മയെ പോയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അദ്ദേഹം BJP-യിലോട്ട് നോക്കി കാണും, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാണും. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനത്തെ ഉള്ള പോസ്റ്റ് ഇടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും മാടി മാടി വിളിക്കുക ഞാൻ കയറിയ. BJP-ക്കകത്തല്ല ഇദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുക. വലിയ നയതന്ത്ര സ്ഥാനമാണ് ഈ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ പോകുന്നത്. അത് പിന്നെ ഇദ്ദേഹത്തിന് വലിയ നേട്ടമുണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയോ രാഷ്ട്രപതിയോ വേണമെങ്കിലും ആക്കിയാലും നമുക്ക് പിന്നെ ഞെട്ടിധരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം തരൂർ അത്രത്തോളം കയറി വന്നിരിക്കുന്ന ഒരാളാണ്. കോൺഗ്രസ് പാർട്ടി അത് മുമ്പ് തന്നെ തരൂർ ഒരിക്കൽ പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ കഴിവിനെ ഉപയോഗിക്കൂ, ഇല്ല ഞാൻ ദാ പോകുന്നു എന്ന് പറയുകയുണ്ടായി. അതൊന്നും കോൺഗ്രസ്സുകാർ കേട്ടില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നറിയാമോ? ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ രാഷ്ട്രീയ വശങ്ങളിലൂടെ വരുന്നവരെ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ. ഈ പെട്ടിയെടുത്തും മറ്റ് നേതാവിൻ്റെ കാലുതിരുമിയും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള കുറേ പേരുണ്ട്. കക്ഷത്തിൽ ഡയറിയും വെച്ചിറങ്ങുന്ന രാഷ്ട്രീയക്കാരെ പോലെ. തരൂർ അതൊന്നുമല്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എത്തിത്തൊടാൻ കഴിയാത്ത തരത്തിൽ നിൽക്കുന്ന ഒരു നേതാവാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്ക് ഇദ്ദേഹത്തിനോട് അത്ര ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ചില പാർലമെൻറ്റേറിയന്മാരോട് വളരെ ഇഷ്ടമല്ലേ? NK പ്രേമേന്ദ്രനോട്, കൊല്ലം MP, അതൊക്കെ നമ്മൾ കാണണം. അല്ലാതെ ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചിട്ടുള്ള നീലലോഹിതദാസൻ നാടാർ, വടകരയിൽ നിന്ന് വണ്ടി ജയിച്ചിട്ടുള്ള KP ഉണ്ണികൃഷ്ണൻ, കോട്ടയത്ത് നിന്ന് ജയിച്ചിട്ടുള്ള സുരേഷ് കുറുപ്പ് ഒക്കെ തന്നെ മികച്ച പാർലമെൻറ്റേറിയന്മാരായിരുന്നു. ഇവരോടൊക്കെ തന്നെ നീലലോഹിതദാസൻ നാടാരൊക്കെ അതിഗംഭീരമായിട്ട് ഹിന്ദിയിലൊക്കെ സംസാരിക്കും. അതൊക്കെ അവിടെ വലിയ അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരും തരൂരിനെ സംബന്ധിച്ചിടത്തോളം. അതെ, ഇപ്പൊ സാർ പറഞ്ഞോണം കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് തരൂർ. പക്ഷെ തരൂർ തന്നെ തരൂരിനെ കുഴി മാന്തി എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം ഒരുപക്ഷെ കോൺഗ്രസിനോടൊപ്പം തന്നെ ഒരു മിതത്വമായിട്ട് നിന്നിരുന്നു എങ്കിൽ തരൂർ ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയേനെ. പക്ഷെ എപ്പോഴും നമ്മൾ കാണുന്ന തരൂർ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടിയുമായിട്ട് നിൽക്കുമ്പോൾ അതനുസരിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ഈ ഒരു മോഹം അങ്ങ് ഉപേക്ഷിക്കുക. തരൂർ അങ്ങനെ മുഖ്യമന്ത്രി ഒന്നും ആകത്തില്ല കേരളത്തിൽ. അല്ല, അത് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടത്.